സാർ ഒരു കാര്യം ഇതിൽ നോക്കിയ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറെടുക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഒരു വർഷമുള്ള കാലാവധി. ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഗേൾസിനെക്കാളും കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ബോയ്സിനാണ് കൂടുതൽ. പഠിക്കാനുള്ള ഒരു ടൈമാണിത്. എല്ലാവരും പഠിക്കുക. അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പിക്കുന്ന ഒരു ലിസ്റ്റ്. ആൺകുട്ടികളുടെ തട്ട് ഒന്ന് ഉയർന്നാണ് ഇരിക്കുന്നത്. ജനറലായിട്ട് പഠിക്കുന്ന ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ കുരുങ്ങി കിടക്കത്തേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. PSC വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ വിവരങ്ങളാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് PSC പാലിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം തെറ്റിച്ചിരിക്കുകയാണ് PSC. അതായത് വേറൊന്നുമല്ല, നമുക്ക് ആ ഒരു ഡിസംബർ 31 വരെ നമുക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഗുണമായിട്ടാണോ ദോഷകരമായിട്ടാണോ ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചെറിയൊരു 5 മിനിറ്റോടെ വിശകലനം ചെയ്യാം. നമ്മുടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു നവംബർ 28-ന് PSC പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നവംബർ 28-ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് എടുത്ത് പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു 3 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതുപോലെ ആംഡ് ബറ്റാലിയനിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ട്രെയിനി, പിന്നെ നമുക്ക് നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷനും നമുക്ക് അതിൽ കൂടെ വരികയാണ്. അപ്പോൾ നമുക്ക് കള്ളം ഏകദേശം നിറയുന്ന സിറ്റുവേഷൻ ആണല്ലോ. പഠിക്കാനുള്ള ഒരു ടൈമാണിത്. എല്ലാവരും പഠിക്കുക. കാരണം ഒരുപാട് പേർക്ക് ജോലി സാധ്യതയാണ് ഈ വരുന്നത്. കാരണം നോട്ടിഫിക്കേഷൻസ് കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എത്ര ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടാലും ഒരു ജോലിയെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെ, ഒരു ജോലിയെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞത്. നമുക്ക് ഈ വർഷം 2026 നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതിനകത്തും നമ്മൾ എപ്പോഴും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് എല്ലാവരും കാണുന്ന പോസ്റ്റുകൾ എല്ലാം വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കമുള്ള പോസ്റ്റുകൾ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് കിട്ടുന്ന സാലറിയേക്കാൾ ഉപരി നമുക്ക് കിട്ടുന്ന ഒരു വില, അല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ. അതുപോലെ സബ് ഇൻസ്പെക്ടർ പോലീസ് ആണെന്നുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടർ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഗേൾസിനെക്കാളും കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ബോയ്സിനാണ് കൂടുതൽ. കാരണം സബ് ഇൻസ്പെക്ടർ ഒന്ന് ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതെ, ആംഡ് പോലീസ് ബറ്റാലിയനിൽ നമുക്ക് ബോയ്സിന് മാത്രം പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ ജയിലർ, അതും ബോയ്സിന് മാത്രമാണ്. അപ്പൊ ആൺകുട്ടികളുടെ തട്ട് ഒന്ന് ഉയർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ആഞ്ഞു പിടിക്കുക, അല്ലേ? അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അതിന്റെ പ്രത്യേകതകളൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സർ, കാറ്റഗറി നമ്പർ പറയുകയാണെങ്കിൽ 454/2025 ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അടുത്ത ഈ കഴിഞ്ഞ ലിസ്റ്റ് അത് നമ്മുടെ മാർച്ച് 11 ആകുമ്പോഴത്തേക്കും തീരും. മാർച്ച് 11, അതായത് 2027 മാർച്ച് 11 ആകുമ്പോഴത്തേക്കും ലിസ്റ്റ് അവസാനിക്കും. പക്ഷെ നമ്മളതിൽ നോക്കേണ്ട ഒരു കാര്യം, ഈ എക്സാം നടന്ന ഡേറ്റ്, മെയിൻസ് എക്സാം നടന്ന ഡേറ്റ് 2023 ഓഗസ്റ്റിലാണ് അതിന്റെ മെയിൻസ് എക്സാം നടക്കുന്നത്. ഓഗസ്റ്റിൽ മെയിൻസ് എക്സാം നടക്കുന്നു. 2025 മാർച്ചിൽ മെയിൻ ലിസ്റ്റ് വരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കും മെയിൻസ് എക്സാം ഓഗസ്റ്റിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് 2026 ഒരു ഓഗസ്റ്റോടുകൂടി ഇതിന്റെ എല്ലാ പരിപാടിയും പരീക്ഷ എല്ലാം കഴിയും. അപ്പൊ 27 മാർച്ചിൽ നമുക്ക് ലിസ്റ്റ് വരുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പരീക്ഷ കൃത്യമായിട്ട് നടക്കാനുള്ള സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അധികം സമയം നമുക്ക് ഇല്ല, അല്ലേ? ഉറപ്പായിട്ടും. അതായത് കുറച്ച് നാൾ പഠിച്ചാൽ മതി. അതെ, കുറച്ച് നാൾ പഠിച്ചാൽ മതി. അതായത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനുള്ള അഡ്വൈസിന്റെ ഒരു വേഗതയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 300 വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ OC ഓപ്പൺ കാറ്റഗറി 209 സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. SC ST എല്ലാം, അല്ലേ? ഒരു സപ്ലിമെന്ററിലേക്ക് 15 വരെ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോഴത്തേക്കും നമുക്കൊരു 600-നകത്ത് അഡ്വൈസ് എന്തായാലും നമുക്ക് ഇപ്പോൾ നവംബർ ആകുന്നു. അതുപോലെ 2026 നവംബർ, പിന്നെ അടുത്ത മെയ് മാസം എത്തൂല അതിന് മുന്നേ, അല്ലേ? യെസ്. അപ്പോൾ ഒരു 600 മുകളിൽ അഡ്വൈസ് നമുക്ക് ഈ ഒരു ലിസ്റ്റ് പ്രതീക്ഷിക്കാം. ആകെ ലിസ്റ്റിൽ 770 വരെ ഉള്ളൂ. അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പിക്കുന്ന ഒരു ലിസ്റ്റ് തന്നെ. ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഈ 700-ൽ നിങ്ങൾ അവസാനത്തെ ആളായാലും ജോലി കിട്ടും. കാര്യം പറയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ എൻജോയ് വരും, ഉറപ്പായിട്ടും. കാരണം ചിലരൊന്നും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കിട്ടിയാൽ പോകാറില്ല. പിന്നെ വേറൊരു കാര്യം, സ്പെഷ്യൽ ടോപ്പിക് ഉറപ്പായിട്ടുണ്ട്. പഠിക്കുന്നവരുടെ എണ്ണവും കുറവായിരിക്കും. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പ്രാവശ്യം. കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയും പ്രിലിംസിന് ഒറ്റ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഒറ്റ പ്രിലിംസ് ആണ് ഇത്രയും പരീക്ഷകൾക്ക്. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് പഠിക്കുന്നോ അവിടെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന പരീക്ഷ ആയിരിക്കും ചിലപ്പോൾ വേറെ ഏതെങ്കിലും X or Y എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ ഇപ്പോൾ നോക്കുക ഏതൊക്കെയാ ആംഡ് പോലീസ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോട്ടെ, അതെല്ലാം ഒരു വഴിക്ക്. രണ്ടാമത്തെ ജയിലർ, സ്പെഷ്യൽ ടോപ്പിക് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ കാറ്റിലേക്കുള്ള അസിസ്റ്റന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. SBCID വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ പോസ്റ്റുകളുടെ എണ്ണം പടപടാ കിടക്കുകയാണ്. അങ്ങനെ നോക്കുകയാണല്ലേ, സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നവരാണ്
കറക്റ്റ് ആയിട്ട് ഈ ജോലി നേടാൻ പോകുന്നത്. അതെ ജനറൽ ആയിട്ട് പഠിക്കുന്ന ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ കുരുങ്ങി കിടക്കത്തേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അപ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറ്റും. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ കൃത്യമായിട്ട് പറയാണ്. എടാ കഴിഞ്ഞ പ്രാവശ്യം 50,000 പേര് ഇതേപോലെ ഉണ്ടായിരുന്നു അല്ലെ, പ്രിലിംസ് പാസ്സായി വന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞ 2 ലക്ഷത്തോളം പേര് അപേക്ഷിച്ചപ്പോഴത്തേക്ക് 50,000 പേര് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 7 ലക്ഷത്തോളം ആൾക്കാർ അപേക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു ഫിഗർ അത്ര പക്ക ഫിഗർ അല്ല. 8 ലക്ഷം, പക്ഷെ അത് പക്ക ഫിഗർ അല്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എടാ ഈ 2 നോട്ടിഫിക്കേഷൻ അപേക്ഷിച്ച ആൾക്കാരുടെ എണ്ണ കൂട്ടി പറഞ്ഞേക്കുന്നേ, മനസ്സിലായില്ലേ? അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിന് 2 അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. 2 കൂടെ വന്ന വർധന എടുത്ത് ഭീമമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ കമ്പനി ബോർഡ് അപേക്ഷിച്ച ആൾക്കാരുടെ എണ്ണം എന്ന് പറയുമ്പോൾ തന്നെ 7.8 ലക്ഷം എന്ന് പറയുമ്പോൾ അത് നേരെ പകുതിയാണ്. അതായത് നമുക്ക് ഏകദേശം ഒരു 3.5 ലക്ഷം പേരാണ് മൊത്തത്തിൽ അപേക്ഷകരുള്ളത്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് 2 ലക്ഷം പേര് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3.5 ലക്ഷം പേര് മൊത്തത്തിൽ അപേക്ഷകരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ഒരു 50,000 പേര് പാസ്സായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 60,000 70,000 പേരെ അവർ പ്രിലിംസ് പാസ്സാക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ സ്വീറ്റ് പാർട്ട് അവിടെ അല്ല വരുന്നത്. കാര്യം എന്താ, ഇവർ ഈ പറഞ്ഞ 7 സ്ട്രീമിലായിട്ട് തിരിയും അല്ലേ? ഈ 70,000 പേര് 7 സ്ട്രീമിലായിട്ട് തിരിയും. അപ്പൊ ഒരു സ്ട്രീമിൽ വേണമെന്ന് പറഞ്ഞ് പഠിക്കുന്ന ആൾക്കാർ, സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു 5,000 പേരൊക്കെ ഉണ്ടാവും ചെറിയ സ്ട്രീമിലൊക്കെ. നിങ്ങൾ തീരുമാനിക്കുക അല്ലെ, നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് തീരുമാനിക്കുക. അപ്പൊ എസ്പെഷ്യലി നിങ്ങൾ സബ് ഇൻസ്പെക്ടർ പോലീസ് നോക്കണമെങ്കിൽ അതിൽ തന്നെ പഠിക്കുക, അതിന് വേണ്ടി തന്നെ പഠിക്കുക, അത് മനസ്സിൽ ഉറപ്പിക്കുക. ആ ലക്ഷ്യം ആദ്യം ഫിക്സ് ചെയ്യുക മൈൻഡിൽ. നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം മനസ്സിൽ ഫിക്സ് ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം മനസ്സിൽ ഫിക്സ് ചെയ്യുക. അപ്പൊ ഏത് ലക്ഷ്യം മനസ്സിൽ ഫിക്സ് ചെയ്യുന്നോ അതിന്റെ പുറകെ വെച്ച് പിടിച്ചോ. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും കിട്ടും. ഭയങ്കര ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും എല്ലാവർക്കും പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സഹകാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് സെഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് ആദ്യം നമ്മുടെ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാം, കിട്ടുന്നതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇവിടെ വന്നാൽ സർവൈവ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിച്ചു പോകാൻ പറ്റിയ സിസ്റ്റം ഇവിടെ ഇല്ല. അത് ഞാൻ ആദ്യം തുടക്കത്തിൽ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. നമുക്ക് 5 വർഷമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഔട്ട്കംസ് നിങ്ങൾ പലപ്പോഴും പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആയിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മുടെ ICDS സൂപ്പർവൈസർ റാങ്ക് ലിസ്റ്റ് ഏകദേശം ഒരു 80,000-ലധികം ഉദ്യോഗാർത്ഥികൾ മത്സരിച്ച പരീക്ഷയിൽ സ്റ്റേറ്റ് ടോപ്പർ ഫസ്റ്റ് സെക്കൻഡ് അടക്കം ആദ്യത്തെ 10-ൽ 6 പേര് സഹകാരി എടുത്തുള്ള കുട്ടികളാണ്. അതുപോലെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ എടുക്കുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ടോപ്പർ ആദ്യത്തെ 4 പേരടക്കം ആദ്യത്തെ 10-ൽ 9 പേര് സഹകാരി എടുത്തുള്ള കുട്ടികളാണ്. ഒരു കാര്യം ഇതിൽ നോക്കിയ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറെടുക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഒരു വർഷമുള്ള കാലാവധി. ഞാൻ വായിച്ചതിന്റെ പ്രശ്നമാണ്. 1 വർഷം വരെ. ഇത് നമുക്ക് നോർമലി എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നതാണ്. കൺഫ്യൂഷൻ ആക്കട്ടെ. അല്ല, ഞാൻ ആദ്യമായിട്ടാ ഈ നോട്ടിഫിക്കേഷന്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചു നോക്കുന്നത്. സാധാരണ വായിക്കാറില്ല, ലാസ്റ്റ് ഡേറ്റിലേ നോക്കൂ. അത് സംഭവം എടാ നമ്മുടെ ഇപ്പൊ നിലവിൽ നമ്മുടെ ആംഡ് പോലീസിലും അതുപോലെ നമ്മുടെ പോലീസ് ഫോഴ്സിലെല്ലാം 1 വർഷമാണ്. പക്ഷെ നമുക്ക് നിയമപ്രകാരം നമ്മുടെ എല്ലാ ലിസ്റ്റിന്റെയും കാലാവധി നമുക്ക് അവകാശപ്പെടുന്ന 1 വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. 1 വർഷം ഉള്ളൂ. അത് 1 വർഷം നമുക്കിപ്പോൾ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് നമുക്ക് അവകാശപ്പെടാൻ പറ്റും 1 വർഷമേ ഉള്ളൂ. പിന്നെ അതിൽ കൃത്യമായിട്ട് പറയും മിനിമം 1 വർഷം. അത് കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നവരെ PSC അതിനിടയ്ക്ക് പരീക്ഷ നടത്തി 1 വർഷം കഴിയുമ്പോഴത്തേക്ക് 1 മാസം പുതിയ റാങ്ക് ലിസ്റ്റ് അതാണ്. ആ ലിസ്റ്റ് 1 വർഷം 1 മാസം കഴിയും പുതിയ ലിസ്റ്റ് വന്നാൽ പിന്നെ ഈ ലിസ്റ്റിന് കാലാവധി ഇല്ല. അത് പണ്ടോട്ടുള്ള നിയമം തന്നെയാണ്. അപ്പൊ 3 വർഷം കാലാവധി ഉണ്ട്. PSC ഇടയ്ക്ക് പരീക്ഷ നടത്താൻ പാടില്ല. ഓക്കെ, അപ്പൊ അതാണ് എന്റെ റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തടസ്സപ്പെട്ടു. എടാ വെബിനാർ സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഒരു അടിപൊളി മോട്ടിവേഷൻ നമുക്ക് തുടങ്ങാം. പക്ഷെ ഈ മോട്ടിവേഷൻ എപ്പോഴും നമ്മൾ അങ്ങോട്ട് തരുന്നതായിരിക്കരുത്. നിങ്ങളുടെ ഈ അന്തരാളത്തിൽ നിന്ന് ഉയർന്നു വന്നു വരുന്ന സാധനമായിരിക്കണം. പിന്നെ അതിനകത്ത് നമ്മൾ പൊതുവേ കുടുങ്ങി കിടക്കുന്ന പല ഏരിയാസ് ഉണ്ട്. നിങ്ങൾ വർഷങ്ങളായിട്ട് PSC പഠിക്കുന്നുണ്ട്. നമുക്ക് എന്തെന്ന് വേണം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അറിയാത്തൊരു സാഹചര്യം, മൊത്തം പുക പടലം. ഇനി എങ്ങനെ പഠിക്കണം? ഞാനിപ്പോൾ 2 റാങ്ക് ലിസ്റ്റ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വന്ന 2 റാങ്ക് ലിസ്റ്റ് മാത്രം നിങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. ഇതിനേക്കാളും ഇപ്പോൾ നിലവിൽ 4 വർഷം കൊണ്ട് സഹകാരി റേസ് പ്ലസിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴ്സുകളിൽ ഒരു 85% കോഴ്സുകളിലും 1-ാം റാങ്കിലേക്ക് ഉദ്യോഗാർത്ഥികളെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ തരാറില്ല. അത് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള വെബിനാർ സെഷൻസിലേ ഉണ്ടാവത്തുള്ളൂ. സോ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുക അതുപോലെ നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്ന രീതിയാണ്. പറയുന്ന പോലെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി വന്നാൽ നമുക്ക് കയറി നോക്കാം. ആദ്യം നമ്മൾ നോക്കണം, വെബിനാർ കയറിയിട്ട് നിങ്ങളെ കൊണ്ട് അത് ചെയ്തെടുക്കാൻ പറ്റും നോക്കണം.
എന്നിട്ട് അതിനാണല്ലോ നമ്മൾ വെബിനാർ വെച്ചേക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെന്ന് കയറി വാ, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വെബിനാറിൽ കാണാം. താങ്ക് യു.